പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീർ ജനിച്ച വർഷം എന്നാണ്? 1908 ജനുവരി 21. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്താണ്? കൊച്ചു മുഹമ്മദ്. ബഷീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുവാർത്ത നൽകുന്നവൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ? പ്രേമലേഖനം. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി വല്യ ഒന്ന്. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. ബഷീർ ഒരേയൊരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരെന്താണ്? കഥാബീജം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ആദ്യ കഥ ഏത്? എന്റെ തങ്കം. ആദ്യ കഥ പ്രസിദ്ധീകരിച്ച പത്രം? ജയകേസരി. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? സോജ രാജകുമാരി. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എന്താണ്? ടാറ്റ. ബഷീർ വിവാഹിതനായത് എന്ന്? 1958 ഡിസംബർ 18. ബഷീറിന്റെ പ്രേമലേഖനത്തിന്റെ സംവിധായകൻ? അനീസ് അൻവർ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക, അന്തിമകാഹളം. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏത്? നേരും നുണയും. ബഷീറിന്റെ ജീവചരിത്രം ഏത്? ഐരാവതം. രചിച്ചത് EM അഷറഫ്. ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 5. ബഷീർ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജയിലിലായ വർഷം? 1930. ബഷീറിന്റെ ഏക നാടകം ഏത്? കഥാബീജം. പ്രഥമ ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചത് ആർക്ക്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് പത്മശ്രീ ലഭിച്ചത് എന്ന്? 1982. ബേപ്പൂരിൽ ആരുടെ പേരിലാണ് ആകാശമിഠായി എന്ന പേരിൽ സ്മാരകം നിലവിൽ വരുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ എഴുത്തും ജീവിതവും എന്ന കൃതി രചിച്ചത് ആര്? EM അഷറഫ്. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ പാത്തുമ്മ ആരാണ്? ബഷീറിന്റെ സഹോദരി. ബഷീറിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച മരം ഏത്? മാംഗോസ്റ്റിൻ.